ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തിച്ചത് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാദം പൊളിച്ചടുക്കി ശശി തരൂർ. ഈ വിഷയത്തിൽ തരൂർ തന്റെ ഉന്നതമായ അന്തർദേശീയ നയതന്ത്ര പാണ്ഡിത്യം ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിക്കും കൊട്ടുകൊടുത്തു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന പരാമർശം ശരിയല്ല എന്നും അമേരിക്ക ഇന്ത്യയ്ക്കായി ഒരു മധ്യസ്ഥവും വഹിച്ചിട്ടില്ലെന്നും ശശി തരൂർ. എന്തായാലും രാജ്യം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇന്ത്യയ്ക്കായി ഉയർന്ന സ്കോറുകൾ സമ്മാനിച്ച് ശശി തരൂർ ദേശീയതയോടുള്ള തന്റെ കൂറും തെളിയിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെ വെടിനിർത്തൽ വാദം അന്തർദേശീയ തലത്തിൽ ശശി തരൂർ പൊളിച്ചെടുക്കുന്നു. ഇന്ത്യ ഒരിക്കലും മധ്യസ്ഥത തേടില്ലായിരുന്നു. ഇന്ത്യ കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത അനുവദിക്കില്ല. ഇത് നമ്മുടെ നയമായിരിക്കെ ട്രംപ് പറയുന്നത് ശരിയായ കാര്യങ്ങളല്ല. അമേരിക്ക മധ്യസ്ഥത വഹിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നും അന്തർദേശീയ നയതന്ത്രജ്ഞൻ ശശി തരൂർ പറഞ്ഞു. സംഘർഷത്തിൽ വിദേശ മധ്യസ്ഥത നാം സ്വീകരിച്ചിട്ടുണ്ട് എന്നും അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് പൂർണ്ണമായും പ്രാപ്തമാണെന്നും ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല, ശ്രീ തരൂർ കൂട്ടിച്ചേർത്തു. ഇതോടെ ഭരണകക്ഷിയായ BJP പോലും നടത്താത്തതും മനോഹരവുമായ വ്യാഖ്യാനം ഇന്ത്യക്ക് വേണ്ടി ശശി തരൂർ നൽകുകയാണ്. എത്ര മനോഹരമായാണ് തരൂർ രാഷ്ട്രീയം മാറ്റിവെച്ച് ഈ യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇന്ത്യക്ക് വേണ്ടി വക്കാലത്തെടുത്ത ഒരു വക്കീലിനെ പോലെ അന്താരാഷ്ട്ര വേദികളിൽ സംസാരിക്കുന്നത്. ഇതാകണം നമ്മുടെ രാഷ്ട്രീയക്കാർ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ: ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടതിനെ കോൺഗ്രസ് MPയും മുൻ നയതന്ത്രജ്ഞനുമായ ശശി തരൂർ ഞായറാഴ്ച വിമർശിച്ചു. അത് മധ്യസ്ഥതയല്ല, മറിച്ച് സൃഷ്ടിപരമായ പങ്ക് വഹിക്കാനുള്ള US ശ്രമങ്ങളാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ട്രംപ് ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായി രാഹുൽ ഗാന്ധി പറഞ്ഞ ശേഷമാണ് NDTVക്ക് നൽകിയ പ്രസ്താവനയിൽ ശ്രീ തരൂർ ഇതിനെ വളരെ ദൗർഭാഗ്യകരമായ നടപടി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ ഇതുപോലൊന്നും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ഐക്യരാഷ്ട്രസഭയിൽ സേവനമനുഷ്ഠിച്ച ശശി തരൂർ വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിദേശകാര്യമന്ത്രിമാർ വിദേശ നേതാക്കളുമായുള്ള സംഭാഷണങ്ങളെക്കുറിച്ച് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് തരൂർ ചൂണ്ടിക്കാട്ടി. ഞാൻ അതിനെക്കുറിച്ച് വ്യക്തമായി പറയട്ടെ. ജയശങ്കർ സെക്രട്ടറി റൂബിയോയുമായി സംസാരിച്ചു. തുടർന്ന് റൂബിയോ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു. സംഘർഷത്തിന്റെ ഈ 3-4 ദിവസങ്ങളിൽ ഇത്തരം ബന്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ അതിനർത്ഥം ഇന്ത്യ മധ്യസ്ഥത അഭ്യർത്ഥിച്ചു എന്നല്ല, അദ്ദേഹം പറഞ്ഞു. US-ഉമായുള്ള ഇന്ത്യയുടെ സംഭാഷണങ്ങളെ മധ്യസ്ഥത എന്ന് വിളിക്കാൻ കഴിയില്ല എന്നും വാഷിംഗ്ടൺ വഹിച്ച ഒരു ക്രിയാത്മക പങ്കാണെന്നും തരൂർ പറഞ്ഞു. US മാത്രമായിരുന്നില്ല രാജ്യം. UAE, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായും നേതാക്കളും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ട്രംപിന്റെ മാത്രം നിലപാട് ശരിയല്ല. അത്തരം സംഭാഷണങ്ങളിൽ പലപ്പോഴും മറ്റു രാജ്യങ്ങൾ ഇരുപക്ഷവുമായി സംസാരിക്കുന്നതും ഓരോ രാജ്യത്തെയും മറുപക്ഷത്തെക്കുറിച്ച് അറിയിക്കുന്നതും ഉൾപ്പെടുന്നു എന്നതാണ് എന്നും ശശി തരൂർ പറഞ്ഞു. US-ഉമായുള്ള ഇന്ത്യയുടെ സംഭാഷണങ്ങളെ മധ്യസ്ഥത എന്ന് വിളിക്കാൻ കഴിയില്ലെന്നും വാഷിംഗ്ടൺ വഹിച്ച ഒരു ക്രിയാത്മക പങ്കാണ് അത് എന്നും തരൂർ പറയുന്നു. ഇതിനെ മധ്യസ്ഥത എന്ന് വിളിച്ചാൽ ദൗർഭാഗ്യകരമായ ഒരു നടപടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത് എന്നും തരൂർ വ്യക്തമാക്കി. വസ്തുത എന്തെന്നാൽ അത്തരം സംഭാഷണങ്ങളിൽ പലപ്പോഴും മറ്റു രാജ്യങ്ങൾ ഇരുപക്ഷവുമായും സംസാരിക്കാറുണ്ട്. അതിൽ അവർ ഓരോ കക്ഷിയുടെയും പക്ഷം പരസ്പരം അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.